വിശദമായി പാർട്ടിയുടെയും സർക്കാരിന്റെയും യശസ്സിന് കളങ്കം ചേർത്താതിരിക്കാനും തന്റെ തത്വാധിഷ്ഠിത നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് രാജിവെച്ചതെന്ന് മന്ത്രി ഇ.പി. ജയരാജൻ. വ്യവസായ മേഖലയെ നശിപ്പിക്കുന്ന മാഫിയകൾക്കും അഴിമതിക്കാർക്കുമെതിരെയുള്ള തന്റെ പ്രവർത്തനം അവരെ ബുദ്ധിമുട്ടിച്ചു. ഈ സാഹചര്യത്തിലാണ് പുതിയ വിവാദം ഉയർന്നു വന്നതെന്നും അഴിമതിക്കാരും രാഷ്ട്രീയ ശത്രുക്കളും പാർട്ടിയെയും സർക്കാരിനെയും കടന്നാക്രമിക്കുകയായിരുന്നുവെന്നും ഇ.പി. ജയരാജൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 4.5 മാസക്കാലത്തെ തന്റെ പ്രവർത്തനം വ്യവസായ മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന വാക്കുകളോടെയാണ് ഇ.പി. ജയരാജന്റെ പ്രസ്താവന തുടങ്ങുന്നത്. വ്യവസായ മേഖലയെ അടിമുടി നശിപ്പിക്കുന്ന ചില ശക്തികൾക്കും മാഫിയകൾക്കും തന്റെ പ്രവർത്തനങ്ങൾ അസ്വസ്ഥതയുണ്ടാക്കി. വ്യവസായ വകുപ്പിലെ സുപ്രധാന സ്ഥാനങ്ങളിലിരുന്ന് അഴിമതി കാട്ടിയ നിരവധി ആളുകളെ നീക്കിയതും മാറ്റി നിയമിച്ചതും അത്തരക്കാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചത്. ഈ സാഹചര്യത്തിലാണ് പുതിയ വിവാദം ഉയർന്നു വന്നത്. വിവാദങ്ങൾ ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ ശത്രുക്കളും അഴിമതിക്കാരും CPIM-നെയും LDF-നെയും സർക്കാരിനെയും കടന്നാക്രമിക്കുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും യശസ്സിന് കളങ്കം ചാർത്താതിരിക്കാനും തന്റെ തത്വാധിഷ്ഠിത നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് പാർട്ടിയെ രാജ്യസന്നദ്ധത അറിയിച്ചതും പാർട്ടി രാജിക്ക് അനുമതി നൽകിയതുമെന്ന് ഇ.പി. പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. മന്ത്രി എന്ന നിലയിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും സഹകരണവും നൽകിയ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചാണ് ജയരാജൻ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബ്രിക്സ് രാജ്യാന്തര ഉച്ചകോടിക്ക് ഇന്ന് ഗോവയിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബ്രസീൽ, ചൈന, റഷ്യ, സൗത്ത് ആഫ്രിക്ക രാഷ്ട്രത്തലവന്മാർ ഇന്ത്യയിലെത്തി. തീവ്രവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ ബ്രിക്സ് രാഷ്ട്രങ്ങൾ തീരുമാനമെടുക്കും. കൂടംകുളം ആണവ നിലയത്തിൽ പുതിയ യൂണിറ്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും റഷ്യയും കരാർ ഒപ്പിടും. ഒപ്പം തന്നെ പാകിസ്ഥാനെ ലോകവേദിയിൽ ഒറ്റപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നീക്കങ്ങൾ ബ്രിക്സ് വേദിയിലേക്കും സജീവമാക്കാനും ഇന്ത്യയുടെ തീരുമാനം. മുസ്ലിം ലീഗ് അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കോഴിക്കോട് ചേരും. ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടും ഏക സിവിൽ കോഡ് വിഷയവും യോഗം ചർച്ച ചെയ്യും. നിയമസഭ നിരന്തരമായി സ്തംഭിപ്പിക്കുന്നതിനോടും ജനകീയ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലും ലീഗിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. തീവ്രവാദത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കാത്തതും ലീഗിൽ അതൃപ്തിയുണ്ടാക്കുന്നു. ഇതെല്ലാം യോഗത്തിൽ ചർച്ചയാകും. അഴിമതി നിർമ്മാർജ്ജനത്തിനായുള്ള ശുപാർശകളുമായി ഭരണപരിഷ്കാര കമ്മീഷൻ. സ്വതന്ത്ര അന്വേഷണ ഏജൻസി സ്ഥാപിക്കുന്നത് ആലോചിക്കണമെന്നും സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്നും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ പറഞ്ഞു. ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. VS അച്യുതാനന്ദൻ അധ്യക്ഷനായുള്ള 4ാം ഭരണപരിഷ്കാര കമ്മീഷന്റെ പ്രഥമ യോഗത്തിൽ അഴിമതി നിർമ്മാർജ്ജനമാണ് പ്രധാന ചർച്ചയായത്. ശക്തവും കാര്യക്ഷമവുമായ വിജിലൻസ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര അന്വേഷണ ഏജൻസി സ്ഥാപിക്കുന്നത് ആലോചിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. സ്വതന്ത്ര അന്വേഷണ ഏജൻസിയെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാതൃകയിൽ ഒരു സംസ്ഥാന വിജിലൻസ് കമ്മീഷനെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. വിജിലൻസിനെ കാര്യക്ഷമമാക്കാവുന്ന നിർദ്ദേശങ്ങൾ ഉരുത്തിരിച്ചെടുക്കാൻ ഈ കമ്മീഷൻ മുൻകൈയെടുക്കും. അഴിമതിക്കാരുടെ അവിഹിത സ്വത്ത് കണ്ടുകെട്ടാൻ നിയമനിർമ്മാണമടക്കമുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്നും VS പറഞ്ഞു. ലോകായുക്തയെയും ഓംബുഡ്സ്മാനെയും ശക്തവും ഫലപ്രദവുമാക്കാനുള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തും. വിവരാവകാശ നിയമത്തെ എങ്ങനെ ശക്തിപ്പെടുത്താമെന്നും പരിശോധിക്കും. അനധികൃത നിയമനങ്ങൾക്ക് തടയിടാനാകണമെന്നും സർക്കാർ ഓഫീസുകൾ പരിസ്ഥിതി സൗഹൃദമാകണമെന്നും ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ യോഗം സർക്കാരിനോട് ശുപാർശ ചെയ്തു. മുൻ ഭരണപരിഷ്കാര കമ്മീഷനുകളുടെ ശുപാർശകൾ പൂർണ്ണമായും പ്രാവർത്തികമാകാത്തതിന്റെ കാരണങ്ങൾ കണ്ടെത്താനും യോഗം തീരുമാനിച്ചു. VSന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന യോഗത്തിൽ കമ്മീഷൻ അംഗങ്ങളായ CP നായർ, നീല ഗംഗാധരൻ എന്നിവരും പങ്കെടുത്തു. ഭരണപരിഷ്കാര കമ്മീഷന്റെ അടുത്ത യോഗം നവംബർ 21 നടക്കും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. 46ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പാലക്കാട് നടക്കുന്ന ചടങ്ങിൽ ഇന്ന് മുഖ്യമന്ത്രി വിതരണം ചെയ്യും. അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് സിനിമാ രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന കലാവിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 5 മണിയോടെ പാലക്കാടൻ കലകളുടെ അവതരണത്തോടെയാണ് അവാർഡ് വിതരണ ചടങ്ങിന് തുടക്കമാവുക. തുടർന്ന് തിരുവനന്തപുരം സമുദ്രയും ഫിറോസ് ഖാനും സംഘവും ചേർന്നൊരുക്കുന്ന സംഗീത നൃത്തശില്പം വേദിയിലെത്തും. ലോക സംഗീതത്തിന്റെ നാൾവഴി വീഴ്ചോതുന്ന ഹെവൻ ടു എർത്ത് രമേശ് നാരായണനും പ്രമോദ് പയ്യന്നൂരും ചേർന്നാണ് ആവിഷ്കരിച്ചത്. രമേശ് നാരായണൻ സാറ് ഈ മ്യൂസിക്കിനെയൊക്കെ നമ്മുടെ ലോക ചലച്ചിത്ര വേദിയിലെ ബാക്ക് മ്യൂസിക്കിൽ നിന്ന് തുടങ്ങി ബിഥോവനെ പോലുള്ള ഗ്രേറ്റ് മ്യൂസിഷ്യന്മാരിൽ നിന്ന് തുടങ്ങി പിന്നെ സൈഗാളിലേക്ക് വന്ന് ത്യാഗരാജ ഭാഗവതരിലേക്ക് വന്ന് പിന്നെ സ്വാതി തിരുനാളിലേക്ക് വന്ന് പിന്നീട് നമ്മുടെ മലയാളത്തിൻ്റെ ഗാന സംസ്കൃതിയിലേക്ക് വരുന്നതിൻ്റെ ഇവല്യൂഷനാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിന് വളരെ മനോഹരമായിട്ട് സമുദ്രയിലെ ടീം അംഗങ്ങളും അതുപോലെ തന്നെ ഫിറോസ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള നൃത്തസംഘവും ഒക്കെ ഒത്തുചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്.
സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ KG ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് ഏറ്റുവാങ്ങും. മലയാള സിനിമാ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കും. ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ റസൂൽ പൂക്കുട്ടിയും ആദരം ഏറ്റുവാങ്ങും. ദുൽഖർ സൽമാൻ, പാർവതി എന്നിവരടക്കം 42 പേരാണ് അവാർഡ് ഏറ്റുവാങ്ങുക. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അണിനിരക്കുന്ന നൃത്ത സംഗീത പരിപാടിയും കോമഡി ഷോയും അവാർഡ് വിതരണത്തിന് ശേഷം വേദിയിലെത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുഞ്ചകൃഷിക്കായി നിലം തയ്യാറാക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ കർഷകർ. കൃഷിക്കാവശ്യമായ വളത്തിനുള്ള സബ്സിഡി മാത്രമാണ് സർക്കാരിൽ നിന്നും ഇവർക്ക് കിട്ടുന്ന സഹായം. ഇത്തവണ പുതിയ സർക്കാർ കൂടുതൽ തുക പുഞ്ചകൃഷിക്കായി അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കുട്ടനാടിലെ പാടങ്ങളിൽ വർഷത്തിൽ 2 തവണ വിത്തിറക്കി കൊയ്തെടുക്കുമ്പോൾ അപ്പർ കുട്ടനാട്ടിൽ വർഷത്തിൽ 1 തവണ മാത്രമാണ് കൃഷി ഇറക്കുക പതിവ്. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതും. മോട്ടോറുകൾ ഉപയോഗിച്ച് പാടത്തെ വെള്ളം വറ്റിച്ചാണ് നിലം ഉണക്കുന്നത്. തുടർന്നാണ് കൃഷി ഇറക്കുന്നതും. പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിന് മോട്ടോർ ഉപയോഗിക്കാൻ വൈദ്യുതിയും വിത്തിറക്കുന്നതിനുമൊക്കെയായി സർക്കാർ സബ്സിഡി കൃഷിക്കാർക്ക് നൽകാറുണ്ട്. എന്നാൽ 2014 മുതലുള്ള സബ്സിഡി ഇപ്പോഴും പൂർണ്ണമായും വിതരണം ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്യണമെങ്കിൽ ഒരു 30,000-ൽ കൂടുതൽ പൈസ ചെലവാകും. സർക്കാർ കൊടുക്കുന്ന ഹാൻഡിലിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ നെല്ല് എടുക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ 12 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ 12 വർഷമായിട്ടും ആ 12 തന്നെ നിൽക്കുക, കൂട്ടുകയല്ലാതെ ഒന്നും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സർക്കാർ നെല്ല് വില കൂട്ടി തന്നില്ലെങ്കിൽ കൃഷിക്കാരാകപ്പാടെ കൂട്ടി പാളിശാവും, കെട്ടുതാലി വരെ പറിച്ച് പണയം വെച്ചാണ് ഈ കൃഷി ചെയ്യുന്നത്. കർഷകരിൽ നിന്നും പാടശേഖര സമിതി പണം പിരിച്ച് കുടിശ്ശിക തീർത്തു നൽകിയാൽ മാത്രമേ പുഞ്ചകൃഷിയിലെ വെള്ളം വറ്റിക്കുന്നതിന് ആവശ്യമായ വൈദ്യുതി ഉദ്യോഗസ്ഥർ നൽകുകയുള്ളൂ. അപ്പർ കുട്ടനാടിന് പുറമെ സംസ്ഥാനത്താകെയുള്ള പാടശേഖരങ്ങളിലും സബ്സിഡി കുടിശ്ശിക തീർത്തു നൽകിയിട്ടില്ല. പുഞ്ചകൃഷി മികച്ചതാക്കാൻ ആവശ്യമായ സർക്കാർ സഹായത്തിനായി കാത്തിരിക്കുകയാണ് അപ്പർ കുട്ടനാട് മേഖലയിലെ നെൽകർഷകർ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേരള സാഹിത്യ അക്കാദമിക്ക് ഇന്ന് 60 വയസ്സ് തികയുന്നു. 1956 ഒക്ടോബർ 15-നാണ് സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 60ാം വാർഷികാഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളപ്പിറവിക്ക് 15 ദിവസം മുമ്പാണ് സാഹിത്യ അക്കാദമിയുടെ പിറവി. 1956 ആഗസ്റ്റ് 15-ന് തിരുക്കൊച്ചി സർക്കാരാണ് സാഹിത്യ അക്കാദമി രൂപീകരിച്ചത്. 56 ഒക്ടോബർ 15-ന് കനകക്കുന്ന് കൊട്ടാരത്തിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം കഴിഞ്ഞു. സർദാർ KM പണിക്കരായിരുന്നു ആദ്യ പ്രസിഡന്റ്. 1958-ലാണ് അക്കാദമി തൃശൂരിലേക്ക് മാറ്റിയത്. 60ാം പിറന്നാളിൽ 1 വർഷം നീളുന്ന വിവിധ പരിപാടികൾ അക്കാദമി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാംസ്കാരികമായിട്ടുള്ള ഒരു കേരളത്തിന്റെ അടിത്തറ എന്താണ്, ഈ ഒരു ആശയത്തിലേക്ക് നമ്മളെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അടിസ്ഥാന തലങ്ങളിൽ, അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ അക്കാദമി പ്രവർത്തിക്കും. 60 വയസ്സ് തികയുമ്പോഴും പൊതുമരാമത്ത് വകുപ്പിന് 1 രൂപ വാടകയ്ക്കാണ് അക്കാദമി പ്രവർത്തിക്കുന്നത്. ഉടമസ്ഥാവകാശം സ്വന്തമാക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ ഭരണസമിതി. 1 വർഷം നീണ്ടു നിൽക്കുന്ന 60ാം വാർഷിക ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള കാർഷിക സർവകലാശാലയിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം. ഒഴിവുള്ള 206-ൽ 103 തസ്തികകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ നിർദ്ദേശം മറികടന്ന് ഒഴിവുകൾ മറച്ചുവെക്കുന്നതിനെതിരെ റാങ്ക് ഹോൾഡേഴ്സിന്റെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ ധർണ നടത്തി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് PSCക്ക് വിട്ട സർവകലാശാല അസിസ്റ്റന്റ് നിയമനമാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്നത്. കാർഷിക സർവകലാശാലയിൽ ആകെയുള്ള 336 തസ്തികകളിൽ 206 എണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നാൽ അധികൃതർ PSCക്ക് റിപ്പോർട്ട് ചെയ്തതാകട്ടെ വെറും 103 എണ്ണവും. പ്രതീക്ഷിത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സർക്കാർ നിർദ്ദേശം അവഗണിച്ച സർവകലാശാല മറച്ചുവെച്ചത് 103 ഒഴിവുകൾ. ഇതോടെയാണ് റാങ്ക് ഹോൾഡേഴ്സ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒട്ടനവധി താൽക്കാലിക ജീവനക്കാർ സമാന തസ്തികകളിൽ നിയമനം നേടിയെന്നാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ആക്ഷേപം. അർഹരായ ഞങ്ങളെ യൂണിവേഴ്സിറ്റി ലിസ്റ്റിലുള്ള ആളുകളെ പുറത്തു നിർത്തിയിട്ട് ഈ അർഹതയില്ലാത്ത ആളുകളെ ഒരു പരീക്ഷയൊന്നും എഴുതാതെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഉള്ളിൽ നിന്ന് സർക്കാർ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് താൽക്കാലികക്കാർ. പരാതിയുമായി എത്തിയ റാങ്ക് ഹോൾഡേഴ്സിന് തൃപ്തികരമായ മറുപടികൾ നൽകാൻ സർവകലാശാല അധികൃതർ തയ്യാറായില്ല. നിയമനങ്ങൾക്കുള്ള ഫണ്ടില്ല എന്നതാണ് വിശദീകരണം. സമരം ഫലം കണ്ടില്ലെങ്കിൽ 18 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുനലൂർ ചെങ്കോട്ട റെയിൽപാത പൈതൃക പാതയായി നിലനിർത്തുന്നതിന്റെ ഭാഗമായി 13 കണ്ണറ പാലത്തിന്റെ തൂണുകൾ പൂർവ്വസ്ഥിതിയിലെത്തിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലെത്തി. മൈസൂരുവിലെ കൃഷ്ണഗിരിയിൽ നിന്നാണ് ഇതിനുള്ള പാറയിൽ തീർത്ത സ്ലാബുകൾ എത്തിച്ചു പാകുന്നത്. 3 കോടിയാണ് പാലത്തിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കാൻ റെയിൽവേ ചിലവിടുന്നത്.
കണ്ണറപ്പാലത്തിന് 13 കമാനങ്ങളുണ്ട്. ഇവ കൊളോണിയൽ കാലഘട്ടത്തിലെ നിർമ്മിതികളുടെ പ്രത്യേകതകളാണ്. 102 മീറ്റർ നീളവും 5 മീറ്റർ പൊക്കവുമുള്ള 13 കണ്ണറപ്പാലത്തിന് 115 വർഷം കഴിഞ്ഞിട്ടും പറയത്തക്ക ജീർണതകളൊന്നും ഉണ്ടായിരുന്നില്ല. ഗേജ് മാറ്റത്തിനു വേണ്ടി 6 കോടി രൂപ ചെലവിലാണ് പാലം ബലപ്പെടുത്തി വീതി കൂട്ടുന്നത്. എന്നാൽ പൈതൃകപാതയായി നിലനിർത്തുമെന്ന വാഗ്ദാനം പാലിക്കാൻ 13 കണ്ണറപ്പാലത്തെ പഴയ പ്രൗഢിയിലെത്തിക്കാൻ റെയിൽവേ 3 കോടി രൂപയാണ് അധികമായി ചെലവിടുന്നത്. ഏതാണ്ട് 3 കോടി പരം രൂപ ഇതിന് ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ കല്ല് പതിച്ചതിന് ശേഷം പെയിന്റിംഗ് നടത്തി കഴിയുമ്പോൾ പഴയ രീതിയിലുള്ള മനോഹാരിത അത്രയും നല്ല രീതിയിൽ കിട്ടത്തില്ലെങ്കിൽ തന്നെയും ഏറെക്കുറെ അതിൻ്റെ ആ തനിമയുടെ മാതൃക നിലനിർത്തുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. മൈസൂറിലെ കൃഷ്ണഗിരിയിൽ നിന്നാണ് കോൺക്രീറ്റ് തൂണുകളിൽ ഒട്ടിക്കാനുള്ള പാറയിൽ തീർത്ത സ്ലാബുകൾ എത്തിച്ചത്. പാറ സ്ലാബുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ബലപ്പെടുത്തി സ്ഥാപിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ സുർക്കി മിശ്രിതത്തിൽ കരിങ്കല്ലുകൊണ്ട് തീർത്ത തൂണുകളാണെന്നേ ഒറ്റനോട്ടത്തിൽ തോന്നും. കൊടുംബനത്തിലൂടെ 7 തുരങ്കങ്ങൾ കടന്നാണ് പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് തീവണ്ടി കടന്നുപോകുന്നത്. പുനലൂർ ചെങ്കോട്ട മീറ്റർ ഗേജ് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നവരുടെ വലിയ ആവശ്യമായിരുന്നു ഈ പാത പുനർനിർമ്മിക്കുമ്പോൾ ബ്രോഡ് ഗേജ് ആക്കി മാറ്റുമ്പോൾ ഇതിന്റെ പൈതൃക സ്വഭാവം ഒട്ടും ചോരരുതെന്ന്. റെയിൽവേ അതിന്റെ പണിപ്പുരയിലാണ്. എന്തായാലും പ്രതീക്ഷിച്ച സമയത്ത് പണി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. 2018 ഒരുപക്ഷെ ഇതിലൂടെ ബ്രോഡ് ഗേജ് ട്രെയിൻ കൂകിപ്പായുന്നത്. തെന്മലയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP നേതാവ് ഒ രാജഗോപാൽ MLA, മേയർ സൗമിനി ജെയിൻ തുടങ്ങിയവർ പങ്കെടുക്കും. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ ഉണ്ടാകുന്ന വെല്ലുവിളികൾ, അഭിഭാഷക മാധ്യമ തർക്കം തുടങ്ങിയ സമകാലിക വിഷയങ്ങൾ തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും. എറണാകുളം ടൗൺ ഹാളിലെ ഷെഫീഖ് അമരാവതി നഗറിൽ രാവിലെ 10 മണിക്കാണ് പ്രതിനിധി സമ്മേളനം. കേരളത്തിലെ 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയാണെന്ന് കാട്ടിയുള്ള ഹൈക്കോടതിയിലെ സർക്കാർ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഹർത്താൽ പുരോഗമിക്കുകയാണ്. തൊടുപുഴ മുട്ടത്ത് നടക്കുന്ന CBSE കലോത്സവത്തെയും തൊടുപുഴയിൽ നടക്കുന്ന ജൂനിയർ ചേംബർ മേഖല സമ്മേളനത്തെയും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നുണ്ട്. ലെസ്ലി, ആദ്യ മണിക്കൂറുകളിൽ ഹർത്താൽ എങ്ങനെയാണ് ഇടുക്കിയിൽ പുരോഗമിക്കുന്നത്? മനു, 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ തികച്ചും സമ്മിശ്ര പ്രതികരണമാണ് ജില്ലയിൽ ഉളവാക്കുന്നത്. ഏറ്റവും പ്രധാനമായുള്ളത് ഹർത്താലുമായി ബന്ധപ്പെട്ട് അടിമാലി ഇരുമ്പുപാലത്തിന് സമീപം ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പ്രാദേശിക ചാനലുകൾ ദൃശ്യം പകർത്താൻ എത്തിയ ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇവരെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി സമാധാനപരമായി പ്രവർത്തകരെയും ചാനൽ പ്രതികളെയും അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായത്. സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി നിരത്തിൽ ഉണ്ടെങ്കിൽ പോലും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. KSRTC ബസ്സുകൾ, അന്തർജില്ലാ ബസ്സുകൾ എല്ലാം തന്നെ സർവീസ് നടത്തുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള തടസ്സവും ഇതുവരെ ഹർത്താൽ അനുകൂലികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല. പോലീസ് ഗ്രാമപ്രദേശങ്ങളിൽ എന്ന പോലെ തന്നെ നഗരത്തിലും പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷ മേഖലകളിലെല്ലാം തന്നെ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 123 വില്ലേജുകളെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചുള്ള സത്യവാങ്മൂലത്തിന് പിൻവലിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇടുക്കിയിലും ഒപ്പം തന്നെ കോട്ടയം ജില്ലയുടെ പൂഞ്ഞാർ തുടങ്ങിയ 3 വില്ലേജുകളിൽ ചേർന്നുള്ള സ്ഥലങ്ങളിലേക്ക് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇൻഫാം ഉൾപ്പെടെയുള്ള കർഷക സംഘങ്ങൾ വളരെ ശക്തമായ നിലപാടാണ് ഹർത്താലിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആണ് ജനങ്ങളെ ഇത്തരത്തിലുള്ള വിഡ്ഢിവേഷം കെട്ടിക്കുന്നത് എന്നുള്ള പ്രസ്താവനയാണ് ഇൻഫാം ഉൾപ്പെടെ ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള ഹർത്താൽ സമാധാനപരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. സാധാരണ ജനജീവിതത്തെ ബാധിച്ചുവെങ്കിലും 10 മണിക്ക് ശേഷം മാത്രമേ ഇത് സർക്കാർ ഓഫീസുകളെ എത്തരത്തിൽ ബാധിച്ചു എന്ന് പറയാനാവൂ. ശരി, ലെസ്ലി ജോണാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും. UDF ഹർത്താലിനെതിരെ അതേസമയം ഇൻഫാം രംഗത്തെത്തിയിട്ടുണ്ട്. പരിസ്ഥിതി ലോലം സംബന്ധിച്ച വസ്തുതകൾ വളച്ചൊടിച്ചും ദുർവ്യാഖ്യാനം ചെയ്തും രാഷ്ട്രീയ നേട്ടത്തിനായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കുന്നത് തെറ്റായ നടപടിയാണെന്നും ക്വാറി ഖനന മാഫിയകളുടെ സംരക്ഷകരാവുവാൻ കർഷകർ അടക്കമുള്ള ജനസമൂഹത്തെ കിട്ടില്ലെന്നും ഇൻഫാം ദേശീയ അധ്യക്ഷൻ ഷെവലിയാർ VC സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ഭരണത്തിലിരുന്നപ്പോൾ പരിസ്ഥിതി ലോല വിഷയത്തിൽ നിശബ്ദ നിലപാടുകളോടെ ജനങ്ങളുടെ നടുവൊടിച്ചിട്ടും വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാക്കാനുള്ള നീക്കം ജനദ്രോഹ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു.